താരസംഘടന അമ്മയിലെ പ്രതിസന്ധിക്കിടെ ആരോപണം ഉന്നയിച്ചവർക്ക് മറുപടിയുമായി പ്രസിഡന്റ് ശ്വേതാ മേനോൻ നുണകൾ പ്രചരിപ്പിച്ചാലും അപമാനിച്ചാലും പിന്നോട്ടു പോകില്ലെന്ന് ശ്വേത ഫേസ്ബുക്കിൽ കുറിച്ചു. മലയാള സിനിമയിലെ പവർ ഗ്രൂപ്പിനെ ഒറ്റയ്ക്ക് നേരിടാനാവില്ല. ജനറൽ ബോഡി മീറ്റിംഗിൽ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചുവെന്നും ശ്വേത പറയുന്നു. അതേസമയം അംബാനിയോ അദാനിയോ ആരായാലും സഹായിക്കാൻ മുന്നോട്ട് വരുന്നവരെ ഒരേ മനസ്സോടെ സ്വീകരിച്ചിട്ടുണ്ടെന്നും ശ്വേതാ മേനോൻ വ്യക്തമാക്കുന്നു. കുറ്റാരോപിതരുടെ കൂടി വോട്ട് വാങ്ങിയാണ് ശ്വേത പ്രസിഡന്റായതെന്ന് മാലാ പാർവതി. കയ്യേറ്റം ചെയ്തെങ്കിൽ ശ്വേത ദൃശ്യങ്ങൾ പുറത്തുവിടട്ടെയെന്നും അദാനിയുടെയും അംബാനിയുടെയും പണം വാങ്ങാൻ സംഘടനയെ ഉപയോഗിക്കരുതെന്നും മാലാ പാർവതി അമൃത ന്യൂസിനോട് പറഞ്ഞു. ഈ കുറ്റാരോപിതരുടെയും കൂടെ വോട്ട് വാങ്ങിയിട്ട് അവരുടെയും കൂടെ സപ്പോർട്ടോട് കൂടി തന്നെയാണ് ശ്വേത പ്രസിഡന്റ് ആയത്. അന്ന് കയറി കഴിഞ്ഞിട്ട് ഉടനെ അല്ല അവര് പരാതി പറഞ്ഞത്. ഞങ്ങൾ കണക്ക് ചോദിച്ചപ്പോഴാണ്, മനസ്സിലായോ, ഞങ്ങൾ കണക്ക് ചോദിച്ചപ്പോഴാണ് അവര് പരാതി പറയുന്നത്. കണക്ക് ചോദിക്കുന്നത് തെറ്റായ ഒരു കാര്യമാണോ? പിന്നെ അവരെ അശ്ലീലം പറഞ്ഞു എന്ന് പറയുന്നത്. അവരുടെ വീഡിയോ ഉണ്ടല്ലോ, അവര് പുറത്തുവിടട്ടെ. അവരൊരു മിനിറ്റ്സ് തയ്യാറാക്കി കോടതി കൊടുത്തിട്ടുണ്ട്. വൺ സൈഡഡ് റിപ്പോർട്ടാണ് അത്. അവരുടെ വശം പറയാനായി എഴുതി ചേർത്തതാണ്. ഒരു ചേർന്ന ഭാഷയല്ല അന്ന് ശ്വേത അവിടെ ഉപയോഗിച്ചത്. അതിൽ ഞങ്ങൾക്ക് പരാതിയുണ്ട്. പക്ഷേ ആ മുഴുവൻ ജനറൽ ബോഡിയെയും അത്രയും കണ്ടിരുന്ന ആൾക്കാരെ വിഡ്ഢികളാക്കിക്കൊണ്ട് ഒരു വൺ സൈഡഡ് ആയിട്ട് അവരെ എഴുതി ഉണ്ടാക്കിയ ഒരു മിനിറ്റ്സ് അഫിഡവിറ്റ് ആയിട്ട് കോടതി കൊടുക്കാനുള്ള ഒഡാസിറ്റി അവർ കാണിക്കുകയാണ്. അത് സാധൂകരിക്കാൻ, അതിനൊരു കൊറാബറേറ്റീവ് എവിഡൻസ് ഉണ്ടാക്കാൻ രമേശ് പിഷാരടിയെ ഉപയോഗിച്ചു. രമേശ് പിഷാരടിയുടെ ഒരു ഫോൺ സംഭാഷണം അവർ മാത്രം സംസാരിക്കുന്നത് വെച്ചിട്ട് അവരത് പുറത്തുവിട്ടു. മനസ്സിലായോ? ആ തരത്തിലൊക്കെ ഇങ്ങനെ പിടിച്ചെടുക്കാനായിട്ട് ഈ സംഘടനയിൽ എന്താ ഉള്ളത്? അത്രയധികം കാശ് വരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത്രയധികം കാശ്. അപ്പോ അംബാനിയുടെയും അദാനിയുടെയും കാശ് അവർക്ക് വാങ്ങിയെടുക്കാൻ വേണ്ടി ഉപയോഗിക്കേണ്ട ഒരു സംഘടന അല്ല അമ്മ. 506 പേരുള്ള ഒരു ക്ലബാണത്. അമ്മ മലയാള സിനിമയിലെ മുഴുവൻ ആക്ടേഴ്സ് പോലും അതിനകത്തില്ല. അതിനകത്ത് ഒരുപാട് വയ്യാത്ത ആൾക്കാരൊക്കെ ഉണ്ട്. അവർക്ക് പണം ഉണ്ടാക്കാൻ ശ്രീ മോഹൻലാൽ, മമ്മൂട്ടിയും മുഴുവൻ വേണ്ട. അവരുടെ ഇടത്തെ കൈമതി അവർക്ക് വേണ്ട കാശ് ഉണ്ടാക്കാനായിട്ട്. അത്രയും ശേഷിയുള്ള ഒരു സംഘടനയാണത്. അതിനകത്തേക്ക് ഈ തരത്തിലുള്ള ഒരു ഇടപെടൽ പാടില്ല. ആ കുട്ടിക്ക് മനസ്സിലാവുന്നില്ല കാര്യങ്ങൾ. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? ഒരുപാട് പേരുടെ മരുന്നും ഇൻഷുറൻസും എല്ലാം ഇതിനകത്തുണ്ട്. ആ കുട്ടിക്ക് ആജീവനാന്തം പ്രസിഡന്റ് ആയിരിക്കണമെന്ന് ലക്ഷ്മിപ്രിയ പറയുന്നത് ഞങ്ങൾ കേട്ടു. ആയിക്കോളൂ, സത്യസന്ധമായി ആയിക്കോളൂ. അതിനകത്ത് ഈ മറ്റ് സഹായിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ നമുക്ക് തന്നെ നേടിയെടുക്കാൻ കഴിയുന്ന ആൾക്കാരെ മുഴുവൻ കുറ്റാരോപിതരും പവർ ഗ്രൂപ്പ് എന്നും മറ്റൊരവസരത്തിൽ മറ്റൊരു കോണ്ടെക്സ്റ്റിൽ ഹേമ കമ്മിറ്റിയിൽ ഉപയോഗിച്ചതിനെ ഇവിടെ എടുത്തു ഉപയോഗിച്ചുകൊണ്ട് അവര് ദയവ് ചെയ്ത് ഈ സംഘടനയെ തകർക്കരുത്. അത് മറ്റൊരു കോണ്ടെക്സ്റ്റ് ഉപയോഗിച്ച കാര്യമാണ്. ഇവർക്കെതിരെ ഒന്നും വന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അവരെന്തിനാ ഇപ്പോഴും അമ്മയെ നിൽക്കുന്നത്? അങ്ങനെ പരാതി ഉണ്ടായിരുന്ന മുഴുവൻ ആൾക്കാരും അമ്മയിൽ നിന്ന് പോയല്ലോ. ഇപ്പോൾ ഇവരാണ് പവർ ഗ്രൂപ്പായി പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇവര് കള്ള മിനിറ്റ്സ് ഉണ്ടാക്കി കോടതി കൊടുക്കുകയാണ്. ഞങ്ങൾ അശ്ലീലം പറഞ്ഞു എന്ന് പറയുകയാണ്. ഞങ്ങൾ തല്ലാനോങ്ങി എന്ന് പറയുകയാണ്. അവരാണ് പ്രസിഡന്റിന് ചേരാത്ത പോലെ ഭാഷ ഉപയോഗിച്ചത്. അവരാ വീഡിയോ പുറത്തുവിടട്ടെ. അല്ലെങ്കിൽ പിന്നെ എന്തിനാണെന്നേ ഇങ്ങനെ കടിച്ചുകൂടി കിടക്കുന്നത്? കണക്ക് കടിക്കാത്ത എന്താണ്? നേട്ടം ഉണ്ടാക്കിയില്ലോ എന്ന് നമുക്ക് അതായത് നമ്മൾ ഈ ഒരു കോണ്ടെക്സ്റ്റിലാണ് പറയുന്നത്. കണക്ക് ഞങ്ങൾ കണ്ടിട്ടില്ല. കണ്ട കണക്ക് തെറ്റാണ്. ലീക്ക് ചെയ്ത കണക്കല്ല, പുറത്തു വന്ന കണക്ക്, ഞങ്ങളെ കാണിച്ച കണക്ക്. ഓഡിറ്റർ പറയുന്നത് കള്ളക്കണക്കാണെന്ന്. ഓഡിറ്റർ പറയുന്നു ഇത് എനിക്കറിയില്ല ഈ കണക്കിനെ കുറിച്ച്, ഇത് പൂർണ്ണമല്ലെന്ന് പറയുന്നു. ഓഡിറ്ററെങ്കിലും പറയണ്ടേ? ഓഡിറ്റ് ചെയ്ത കണക്കാണെന്ന് പറഞ്ഞ് ഒരു ജനറൽ ബോഡിയുടെ മുമ്പിലോട്ട് കണക്ക് വെക്കുമ്പോ ഓഡിറ്റ് എന്താ പറയണ്ടേ? ഓഡിറ്റർ പറയണമല്ലോ ഞാൻ കണ്ടതാണ്, ഞാൻ ഒപ്പിട്ടതാണ്. അതിന് ഞാൻ ഒപ്പിട്ടിട്ടില്ല, എനിക്കറിയില്ലേ കണക്ക്. കെ പ്രശാന്ത് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. പ്രശാന്ത്, ഈ ഓരോ ദിവസവും താരങ്ങളുടെ ആരോപണ പ്രത്യാരോപണങ്ങൾ അത് വന്നുകൊണ്ടേയിരിക്കുകയാണ്. കുറച്ച് പേർ തമ്മിലുള്ളൊരു പ്രശ്നമായിരുന്നു, അതിപ്പോൾ വലിയൊരു പ്രശ്നമായി മാറി. അതിൽ മതപരിവേഷം ഉണ്ടായി, അതിന് രാഷ്ട്രീയ പരിവേഷം കൊടുത്തു. അങ്ങനെ ഓരോ ദിവസവും ഇതിൻ്റെ ആരോപണ പ്രത്യാരോപണങ്ങൾ ഇങ്ങ് വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ പവർ ഗ്രൂപ്പ് എന്നാണ് ശ്വേതാ മേനോൻ ഈ ഫേസ്ബുക്ക് കുറിപ്പിൽ അഭിസംബോധന ചെയ്തിരിക്കുന്നത്. അതേസമയം ഇപ്പോൾ മാലാ പാർവതി പറയുകയാണെങ്കിൽ അവരാണ് പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇവരുടെ ഓരോരുത്തരുടെയും വാദങ്ങൾ ഓരോ ദിവസവും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഖണ്ഡിക്കുകയാണല്ലോ. എന്താണ് ശരിക്കും സംഭവിക്കുന്നത്?
മായ, ഈ വാക്ക് നേരത്തെ മാലാപാർവതി പറഞ്ഞതുപോലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലാണ് സിനിമയ്ക്കുള്ളിൽ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടെന്നും അവരാണ് ചില കാര്യങ്ങൾ തീരുമാനിക്കുന്ന ചില പ്രയോഗങ്ങൾ വന്നത്. അത് പിന്നീട് അത് ഏറ്റെടുക്കുന്ന തരത്തിലേക്ക് ശ്വേത വരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ആ പവർ ഗ്രൂപ്പാണ് ഈ കുറ്റാരോപിതരായ ആളുകൾ. അവർ ആരൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാം. ഈ ഒരു ഗ്രൂപ്പ് ഉണ്ടെന്ന് തനിക്ക് അറിയാമായിരുന്നു. അത് താൻ ചുമതല ഏറ്റപ്പോൾ മുതൽ തനിക്കെതിരായ ആക്രമണങ്ങളെല്ലാം തന്നെ അത്തരത്തിൽ തന്നെയാണ് എന്നുള്ളതാണ് ശ്വേത പറഞ്ഞു വെക്കുന്നത്. മാത്രമല്ല, ഇന്നലെ ശ്വേത ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. ആ പോസ്റ്റിൽ പറഞ്ഞിരുന്നത് മോഹൻലാലും മമ്മൂട്ടിയും രാജിവെക്കരുതെന്ന് പറഞ്ഞിരുന്നതാണ്. അതിന് പിന്നീട് അൻസിബ മറുപടി പറയുകയൊക്കെ ചെയ്ത് നമ്മൾ കണ്ടതാണ്. അതായത് ആരോപണ പ്രത്യാരോപണങ്ങൾ അതിശക്തമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. അതിന് കൂടുതൽ വ്യക്തത വരുത്തിക്കൊണ്ടാണ് ശ്വേത പറയുന്നത്. അതായത് ഇന്നലെ മാലാപാർവതി ഉൾപ്പെടെയുള്ളവർ ആരോപണമായി മുന്നോട്ട് വെച്ചിരുന്നത് അദാനിയുടെ പണം വാങ്ങാനുള്ള നീക്കം നടന്നിരുന്നു, അത്തരം തീരുമാനങ്ങളിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഒരു തീരുമാനം എടുത്തിരുന്നു എന്നുള്ളത് സ്ഥിരീകരിക്കുന്ന തരത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ ശ്വേതയുടെ പരാമർശം വന്നിട്ടുള്ളത്. അതായത് ഇത്തരത്തിൽ ആരോപണം ഉന്നയിച്ചവർ പറയുന്ന അതേ കാര്യങ്ങൾ, അതായത് അദാനിയുടെയോ അംബാനിയുടെയോ പണം വാങ്ങാൻ അത്തരം തീരുമാനം എടുത്തത് സാധാരണക്കാരായ ഇത്തരം ആളുകൾ, ഈ കമ്മിറ്റിയിലുള്ള ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് അത്തരം നടപടി സ്വീകരിച്ചത് എന്നുള്ളതാണ് ശ്വേത പറഞ്ഞു വെക്കുന്നത്. അതായത് അപ്പോഴാണ് മാലാപാർവതിയുടെ മറുപടി വരുന്നത്. അതായത് സാമ്പത്തികമായി നേട്ടമുണ്ടാക്കാൻ വേണ്ടി ഇത്തരം ആളുകളിൽ നിന്ന് പണം വാങ്ങാൻ വേണ്ടി ഈ സംഘടനയെ ഉപയോഗിക്കുന്നത് ശരിയായ രീതിയല്ല എന്നുള്ളതാണ് പറയുന്നത്. മാത്രമല്ല, പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇത്തരം ആളുകൾ ആണ് എന്നുകൂടിയാണ് ഇപ്പോൾ മാലാപാർവതി പറഞ്ഞു വെക്കുന്നത്. അതേസമയം തന്നെ പ്രധാനപ്പെട്ട കാര്യം, താൻ പിന്നോട്ട് പോകില്ല, ശക്തമായി നിൽക്കും എന്ന് ശ്വേത പറയുകയും ചെയ്യുന്നുണ്ട്. ഈ തർക്കം ഇങ്ങനെ നിൽക്കുമ്പോൾ, അതായത് താൻ ഈ പദവികൾ ഒഴിയുന്നു, പ്രാഥമിക അംഗത്തിൽ നിന്ന് മാറി നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ശ്വേത അന്ന് ജനറൽ ബോഡിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. അങ്ങനെ പുറത്തേക്ക് വന്ന് പോയ ശ്വേത പിന്നീട് കുറെ ദിവസങ്ങൾക്ക് ശേഷമാണ് ഇത്തരമൊരു പ്രതികരണത്തിലേക്ക് വരുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഇപ്പോൾ ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്, അതിന്റെ അടിയിൽ കൃത്യമായി കുറിച്ചിട്ടുണ്ട്, ശ്വേതാ മേനോൻ അമ്മ പ്രസിഡന്റ്, താരസംഘടന അമ്മയുടെ പ്രസിഡന്റ് എന്ന് തന്നെയാണ് വെച്ചിട്ടുള്ളത്. അതായത് ഈ പദവിയിൽ ഇരുന്ന് തന്നെ ഈ ശക്തമായ പോരാട്ടവും ഒപ്പം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആരോപണങ്ങൾ തുടർന്ന് പോകാൻ തന്നെയാണ് ശ്വേത തീരുമാനിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ മാലാപാർവതിയും അൻസിബയൊക്കെ ആരോപിച്ചതുപോലെ ചിലരൊക്കെ ചില നീക്കങ്ങൾ ഇതിന് പിന്നിൽ നടത്തിയിട്ടുണ്ട്. അവരുടെ പിന്തുണയോടുകൂടിയാണ് ഇത്തരം ഒരു നീക്കം, അതായത് ഇത്രയും ദിവസം അനങ്ങാതിരുന്ന ശ്വേത പിന്നീട് പ്രതികരണവുമായി വരുന്നതൊക്കെ ഇത്തരം ആളുകളുടെ പിന്തുണയോട് കൂടിയാണ് എന്ന് പറഞ്ഞു വെക്കുന്നത്. ഏതായാലും നേരത്തെ സൂചിപ്പിച്ച പോലെ വർഗീയ പരിവേഷത്തോടു കൂടിയുള്ള ചില നീക്കങ്ങൾ, ചില പരാമർശങ്ങൾ, ആരോപണങ്ങളൊക്കെ തന്നെ ഈ സംഘടനയ്ക്കുള്ളിലേക്ക് വന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അക്കാര്യങ്ങൾ സംബന്ധിച്ച നിയമപരമായ നടപടികൾ ഒരു ഘട്ടത്തിലൂടെ ഒരു വശത്തോടെ മുന്നോട്ട് പോകുന്നുണ്ട്. ആത്യന്തികമായി ഈ സംഘടനയ്ക്കുള്ളിൽ വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെന്നും അത് പൊതുജന മധ്യത്തിൽ ജനങ്ങളാകെ തന്നെ സംസാര വിഷയമാക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു വിഭാഗം ആളുകൾ പറയുകയും ചെയ്യുന്നത്. പക്ഷേ ഏതായാലും മുതിർന്ന താരങ്ങൾ ഇടപെട്ട് ഏതെങ്കിലും ഒരു അനുരഞ്ജന നീക്കമുണ്ടാകുമോ എന്നുള്ളതാണ് അറിയാനുള്ളത്. അതായത് അഡ്ഹോ കമ്മിറ്റിയുടെ ചുമതലയിൽ നിന്ന് മാറി നിന്നെങ്കിലും ഇതിന്റെ ശ്രമങ്ങൾ, ഈ പ്രശ്നം അവസാനിക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നു എന്നുള്ളത് നേരത്തെ പിഷാരടി ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത്തരം ആളുകൾ നേരിട്ട് ഇടപെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്നുള്ളതാണ് അറിയാനുള്ളത്. ഈ ഘട്ടത്തിൽ ഏതായാലും ഈ ആരോപണ പ്രത്യാരോപണങ്ങൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വളരെ ശക്തമായി മുന്നോട്ട് പോവുകയാണ്. ഒരാൾ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു, അതിന് മറ്റൊരാൾ മറുപടി പറയുന്നു. ആ മറുപടിയിൽ കൃത്യമായി തന്നെ അവർ പറയുന്നുണ്ട്, മാലാപാർവതി പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇങ്ങനെ സംഘടനയെ ഉപയോഗിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. സംഘടനയുടെ ചുമതലയിൽ ശ്വേതയ്ക്ക് ഇരിക്കണമെങ്കിൽ ഇരിക്കാം, അത് തുടരട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ സത്യസന്ധമായി കാര്യങ്ങൾ പറയാൻ തയ്യാറാകണം. കണക്കുകളിൽ പൊരുത്തക്കേടുണ്ട് എന്ന ആരോപണങ്ങളാണ് അവർ ഉന്നയിക്കുന്നത്. ഈ ആരോപണങ്ങൾ ഇതേ രീതിയിൽ തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണ് ഈ ഘട്ടത്തിൽ കാണാൻ കഴിയുന്നതുമായ